माशाल्लाह आइए അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് നമ്മളെ കൂടെ ബീഹാറിൽ വർക്ക് ചെയ്യുന്ന ഇവിടെ ലോക്കൽ ആളായ നമ്മളൊരു RC അതായത് റേഞ്ച് കോർഡിനേറ്ററുടെ വീട്ടിലേക്ക് വീട് സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് ഈ കാണുന്നതാണ് മൂപ്പരുടെ വീട്, അതുപോലെ ഈ കാണുന്നതാണ് മൂപ്പരുടെ തറവാട്, അതുപോലെ ഈ സൈഡിൽ മൂപ്പര അനിയൻ്റെ വീടും. ഇൻഷാ അല്ലാഹ് 2 വീട് വേറെ ഉണ്ട്, നമ്മൾ വയ്യെ കാണും. അപ്പോൾ ഇത് അവരുടെ അയൽവാസിയുടെ വീടാണ്. അവിടെ ഇപ്പോൾ മാങ്ങൻ്റെ സീസൺ ആയതുകൊണ്ട് മാങ്ങ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ എന്താണ് നമ്മളെ ഇവിടുത്തെ ഇങ്ങനെ പ്രത്യേകത പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെ കമ്പത്തിൻ്റെ സീസണാണ്. അപ്പോൾ കമ്പം ഇതുപോലെ ഉണക്കാൻ വെച്ചിട്ട് വിൽക്കില്ല തോന്നുന്നു. പിന്നെ ഇങ്ങനെ വന്നാൽ അവരുടെ വീടിൻ്റെ കൂടെ തന്നെ അവർ മനുഷ്യന് വില കൽപ്പിക്കുന്നത് പോലെ തന്നെ അവരുടെ മൃഗങ്ങൾക്ക് ഒരുപോലെ വില കൽപ്പിക്കുന്നൊരു സ്ഥലമാണ്. അതായത് അവരുടെ റൂമിൻ്റെ ഒരു ചാരി തന്നെ റൂമിലായിരിക്കും ഇവർക്കും ഇവരുടെ വാസസ്ഥലം അവിടെ തന്നെ ആയിരിക്കും. പിന്നെ ഇപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് മൂപ്പര് പുതിയ ഒരു ബാത്റൂമിൻ്റെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്തേക്കാണ്, അവിടെ ചില കാഴ്ചകൾ കാണാം. एक इसके आपका ये रस्सी बनता है। अच्छा, वो गेती से। हाँ, इसके पीछे पाटा बोलते हैं इसको, पाटा। पाटा, हाँ, इससे रस्सी बनता है, वो बोरी वगैरह। ये तो वास जानते ही है। बाम्बू ज्यादा है यहाँ पे। केला, केला, माशाल्लाह यहाँ के केला इनके चमड़ा से निकलते बनते. ഇതിൻ്റെ തൊലിയെടുത്ത് തന്നെയാണ് കയറുണ്ടാക്കല്. ഇവിടെ മുപ്പർക്കുള്ള ബാത്റൂം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തറയാണിത്. ഈ ഒരു ഹൈറ്റിൽ ഉണ്ടാക്കും ഇൻഷാ അല്ലാഹ്. അവിടെ കണ്ടമാനം മുളണ്ട് അവിടെ. स्पेशल केला भी है. ഇവിടുത്തെ അധിക മതിലുകൾ നോക്കിയാലും നമുക്ക് മുള കൊണ്ടുണ്ടാക്കിയ മതിലുകളായിരിക്കും, അല്ലെങ്കിൽ ഷീറ്റുകൾ കൊണ്ടുണ്ടാക്കിയ മതിലുകളായിരിക്കും. പിന്നെ ഇവിടെയുള്ള എല്ലാ വീടുകൾക്കും ഇഷ്ടികയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ കല്ലില്ലാത്തത് കൊണ്ട് ഈ ഭാഗത്ത് ഫുള്ള് ഇഷ്ടികയും അതുപോലെ മുളക് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു മതിൽ 2 സൈഡിലും ഷീറ്റും അല്ലെങ്കിൽ മുള കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. गमछा इसको बोलते गमछा. गमछा बन के सलाम. അപ്പോൾ 2 സൈഡിലേക്ക് നോക്കി നമുക്ക് കാണാം. ഇനി ഇത് നമ്മളെ കയറുണ്ടാക്കുന്ന മരങ്ങളും അതുപോലെ കമ്പത്തിൻ്റെ കൃഷികളൊക്കെയാണ് ഇവിടെ ഉള്ളത് കാര്യമായിട്ട്. ഇത് നമ്മളൊരു മക്തബാണ്. ओ अच्छा गेट बनाया है बाबू से. अभी फिलहाल बाबू से, फिर लगेगा. अच्छा, धीरे धीरे इंशाअल्लाह. ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് മൂപ്പരെ അനിയൻ്റെ വീട് കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ വീട് പണി ഈ സ്ഥലം അനിയന് കൊടുത്തെന്ന് പറഞ്ഞു. അപ്പോൾ അനിയൻ്റെ വീട് കാണാൻ വേണ്ടി വീടിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. ഫുള്ള് ഇഷ്ടികയിൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാം, വയറിങ് ഒരു പൈപ്പ് ഇട്ടിട്ട് പൈപ്പിൻ്റെ ഉള്ളിലാണ് ഇതിൽ വയർ സെറ്റപ്പ് ചെയ്യാറുള്ളത് ചെയ്തിട്ടുള്ളത്. अच्छा वायर का, इसमें वायर अच्छा अच्छा ऐसा होता है. हाँ, अंदर का जब सब डालते हैं ना तभी कोई काम पे होता है. इसके ऊपर भी बनता है. हाँ, ऊपर भी बनेगा.
ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തേയിലത്തോട്ടാണ്. ഇതിൻ്റെ വിശദീകരണം ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ വരാണ്ട്, അതിൽ നമുക്ക് വിശാലമായിട്ട് കാണാം. ഇത് രണ്ട് സൈഡിലായിട്ട് തേയിലത്തോട്ടാണ്. ഇനി ഫുൾ അങ്ങോട്ട് പോകുന്ന സ്ഥലത്ത് മൊത്തം രണ്ട് സൈഡിലും തേയില കൃഷി തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ഈദ്ഗാഹാണ്. ഈദ്ഗാഹ് എന്ന് പറഞ്ഞാൽ ഇവിടെ പെരുന്നാളുകൾക്ക് മാത്രം നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ സ്ഥലമാണ്. അപ്പോൾ ഈ ഈദ്ഗാഹിലാണ് എൻ്റെ കൂടെയുള്ള ഈ RC ഇമാമ്, ഇവിടുത്തെ ഈ ഈദ്ഗാഹിലെ ഇമാമ് മൂപ്പരാണ്. അപ്പോൾ ഏകദേശം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്, നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മളെ പറഞ്ഞ തോട് എത്തിയിട്ടുള്ളത്. ഇയാൾ പുയ എന്ന് പറയുന്നുണ്ട്. നമുക്ക് പോയി നോക്കാം എങ്ങനെയാണ് സംഭവം. पानी नहीं है, पूरा भर जाता है, उछल जाता है. अच्छा, पानी बहुत कम है. ये पानी यूज करते हैं अभी? ना, नहाता है नहीं? मछली उछली मारती है. अच्छा, पानी तो यहाँ हमारे बंगाल में पानी की दिक्कत नहीं है. 40 फुट नीचे पानी है. अच्छा, नल में इतना जल्दी मिलेगा? हाँ, 40 फुट नीचे. नल कल सब में मिलेगा? कलेक्शन उस पार से जुड़ा हुआ है. हाँ. ये जो है ऊपर से ये अलग है. ये डॉग ब्रिज. अच्छा, ये ऊपर है, ये अलग है. हाँ. इसका कनेक्शन उसके साथ नहीं है. ऐसे तालाब है? नहीं, हाँ. नहर. ऐसा? हाँ. ये वो दूसरा है, ये दूसरा है? ये दूसरा है. जैसे अच्छा. इसका ताल्लुक उस पार से है. हाँ. जब ये पूरा बरसात का मौसम आएगा ना, हाँ. पूरा बारिश, तो उधर से पानी आएगा, इधर से अच्छा. निकलेगा. अच्छा, और वो उधर से आता है, वो पानी उधर से जाता है. अच्छा, अच्छा, अच्छा. इधर कैसा आता है? इधर उस पार से आता है. अच्छा, अंदर से. अंदर से नीचे से. हाँ, यहाँ से अच्छा. देख रहे हैं ना. हाँ. ये उस पार से डायरेक्ट उसका जुड़ा हुआ है. अच्छा, अच्छा. और ये ऊपर नहर वो अलग है. वो दूसरा सीधा उधर जाएगी. अंदर से उस पार है. वही है, वो इसके बीच में इसका वो. हाँ, बीम है. സംഭവം മൂപ്പര് പറയണത് ഈ സെൻട്രലിലുള്ള ഒരു കുള പോലെ ഉണ്ട്, അതിലപ്പുറത്തൊരു തോടുണ്ട്, ഇപ്പുറത്തേക്കും ഉണ്ട്. അപ്പോൾ ഈ സെൻറ്ററിലേക്കുള്ള ഇതിലേക്ക് വെള്ളം വരുന്നത് ആ തോടിൻ്റെയും അപ്പുറത്തൊരു കാലിയായിട്ട് വെള്ളം ഇല്ലാത്തൊരു ഇതാണ്. അവിടുന്ന് അടിയിൽ കൂടി ഈ കുളം പോലെയുള്ള ഇതിൻ്റെ അടിയിൽ കൂടിയാണ് ഈ ഭാഗത്തേക്ക് ആദ്യം വന്ന ഭാഗത്തേക്ക് വെള്ളം വരുന്നതെന്നാണ് പറഞ്ഞത്. കേട്ടാൽ നമുക്ക് വിശ്വസിക്കാൻ തോന്നൂല, ആ കോലത്തിലാണ് അവിടെ ഉള്ളത്. പക്ഷെ അതിൻ്റെ അടിയിലാണ് വരുന്നത് എന്ന് പറഞ്ഞു മുമ്പ്. അപ്പോൾ അടുത്തതായിട്ട് ഞങ്ങളൊരു ടാസ്കിന് വേണ്ടിയിട്ട് പോവാണ്. അതായത് ആ കാണുന്ന ആ വഴിയിലൂടെ ഇങ്ങനെ അപ്പുറത്തേക്ക് എത്തുമോ എന്നുള്ളത്. അയാൾ പറഞ്ഞ അയാൾ ചെറുപ്പത്തിൽ കുറേ വട്ടം ഇങ്ങനെ മുറിച്ച് കടന്നിട്ടുണ്ട്. അപ്പോൾ എന്നോട് മുന്നിൽ പോകാൻ പറഞ്ഞ് അയാൾ ബാക്കിൽ ഇങ്ങനെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഏതായാലും പോയൊക്കെ എന്നുള്ളതിൽ ഇങ്ങനെ പോന്നു. രണ്ട് സൈഡിലേക്ക് നോക്കുമ്പോൾ ചെറുതായിട്ടൊരു പേടി കുടുങ്ങും. കാരണം അത്രയും ലെങ്ത് ഉള്ളൊരു ചെറിയൊരു വീതി, കാര്യമായിട്ട് വീതിയൊന്നും ഇല്ലാത്തൊരു വഴിയാണ്. രണ്ട് സൈഡിലേക്ക് നോക്കിയാൽ നമുക്ക് ഉണ്ടോയെന്നറിയില്ല, എന്നാലും രണ്ട് സൈഡിലും വെള്ളമാണ്, ചെറിയൊരു ഹൈറ്റും ഉണ്ട്. അത് വീണാലോ എന്നുള്ളത് ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാളും ഇങ്ങനെ ബാക്കിൽ വരുന്നുണ്ട്. അയാളിങ്ങനെ മെല്ലെ വന്ന് ഇടയ്ക്ക് നിന്ന് പിന്നെ ഇങ്ങനെ വന്ന് ഏതായാലും ഇങ്ങനെ കുറച്ചൊക്കെ ലെങ്ത് ഉണ്ട് ഈ ഒരു വഴി. അങ്ങനെ ഇവിടെ എത്തി. പക്ഷെ അയാളെ വീഡിയോ അങ്ങനെ കിട്ടിയില്ല ശരിക്ക്. ഏതായാലും ഇതോടുകൂടി ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ.